CBSE 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്, അപ്പം നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ CBSE ബോർഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ ഈ MCQസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നല്ലതുമാണ്, അതുപോലെ തന്നെ നമ്മുടെ മാർക്സ് കുറയ്ക്കാനുള്ള ഒരു വില്ലനും കൂടെയാണ് നമ്മുടെ MCQ അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരേ ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നമുക്ക് ആ ഒരു ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്കാണ് നമ്മുടെ മാർക്സ് പോവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഫുൾ A1 അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം സ്വപ്നം കാണുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ചെറിയ ടെൻഷൻ തരുന്ന ആൾ തന്നെയാണ് നമ്മളുടെ MCQs എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എൻ്റെ കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, അതായത് എങ്ങനെയാണ് നമുക്ക് MCQസിൽ ഫുള്ളായിട്ടുള്ള സ്കോർ വാങ്ങിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് എൻ്റെ കുട്ടികൾക്ക് മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മിസ്സ് പറയുന്ന കാര്യങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കാം. ഓക്കെ മക്കളെ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് MCQs എന്തുകൊണ്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോൾ 10th +2 അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ നീറ്റ് എൻട്രൻസുകളൊക്കെ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലായിടത്തും ഉണ്ടാവുക. ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പോവുകയാണെങ്കിൽ ഈ MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, അഥവാ നമ്മൾ ഈ മുമ്പ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളുടെ CBSE ബോർഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ MCQസിനെ നമ്മളുടെ കരിക്കുലത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ CBSE എക്സാമിനെ സംബന്ധിച്ച് ഒരു മെയിൻ ആയിട്ടുള്ള റോൾ ഉണ്ട്. കാരണം ഒരു 20 ക്വസ്റ്റ്യൻസോളം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണുന്നത് കൊണ്ട് തന്നെ ഏകദേശം 25% ഓഫ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ 100 മാർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിൽ 25 മാർക്ക് എന്ന് പറയുന്നത് എന്തിലേക്കാണ് പോകുന്നത്, നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അത് വായിക്കാം. അപ്പോൾ പലരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ 24ന് ചിലപ്പോൾ 42 ഒക്കെ ആയിട്ട് അറിയാണ്ട് വായിച്ചു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ടേംസ് അല്ലെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയുന്ന ഒരു സാധനം ആവുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് ആ ഓപ്ഷനിലേക്ക് പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടായിരിക്കും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് റിയലൈസ് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തറിയുന്നതാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് വായിക്കുക എന്നുള്ളത് ചെയ്യുക കേട്ടോ. അപ്പോൾ റീഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ബീയിങ് ആസ്ക്ഡ്, അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ എലിമിനേഷൻ മെത്തേഡ്. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ നമുക്ക് പല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും നിങ്ങൾ എല്ലാ ആൻസറും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നമുക്ക് ABCD എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്കിപ്പോൾ X and Y കോർഡിനേറ്റ്സ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ X കോർഡിനേറ്റ് 2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, X കോർഡിനേറ്റ് 3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ 3 2 3 4 2 5 4 2 ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നമുക്ക് X കോർഡിനേറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻസിനെ അവിടെ നിന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓപ്ഷനിൽ ബാക്കി എല്ലാം വേറെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് X കോർഡിനേറ്റ് മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക, അതായത് ഓപ്ഷൻസിനെ നിങ്ങൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഓഫ് തെറ്റുന്ന ആ ഒരു ചാൻസ് കുറയും. നമ്മുടെ ആൻസർ റൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അണ്ടർലൈൻ ദ കീ ഇൻഫോർമേഷൻ. എന്താണോ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ ആൻസർ ചെയ്യാൻ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറേ കീ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കീ പോയിന്റ്സ് ഒക്കെ അപ്പം തന്നെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ പിന്നെ വീണ്ടും നമ്മൾ അതിനെ തപ്പി പോകേണ്ട ആവശ്യം വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നീട് ആ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യനിലെയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഫോക്കസ് കൂടും. അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റിവ്യൂ ദ ഓപ്ഷൻ ബിഫോർ ചൂസിങ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ആൻസർ കിട്ടി, പെട്ടെന്ന് നമുക്ക് കിട്ടിയപ്പോൾ 4x2 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറിയാണ്ട് 6 എന്ന് എഴുതിപ്പോയി. അപ്പോൾ നമ്മൾ 6 എന്ന് മാർക്ക് ചെയ്തു. ചില സമയത്ത് നമുക്ക് പറ്റാറുണ്ട്, നമുക്ക് അറിയുന്ന ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം അല്ലേ. അപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക, ഇത് തന്നെയല്ലേ ആൻസർ. അപ്പോൾ 4x2, അയ്യോ 6 അല്ലല്ലോ 8 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബിഫോർ സെലക്ടിങ് ആൻ ആൻസർ, അതായത് ഒരു ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ക്വസ്റ്റ്യന് ഒന്നും കൂടെ വായിച്ചു നോക്കി എൻഷുർ ചെയ്യുക അല്ലേ. എന്നിട്ട് ഞാൻ ചെയ്ത ആൻസർ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആദ്യം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാതിരിക്കുക. ആദ്യം ഏറ്റവും ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പോൾ ആദ്യം തന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ പോയിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി പോവും, നമ്മൾ ടെൻഷനിലേക്ക് കിടക്കും, സ്ട്രെസ്സ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബിഗിൻ ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഫൈൻഡ് ഈസിയർ. അതായത് നിങ്ങൾക്ക് ഈസി ആണെന്ന് തോന്നുന്നത് ചെയ്താൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം മെയിനായിട്ട് കോൺഫിഡൻസ് കിട്ടാൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല പോലെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ വേഗം ചെയ്യും. അപ്പോൾ വേഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക, സമയം ഇനിയും കുറേ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം ടഫുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ടൈം അല്ലേ, എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിൻ്റെ ഉള്ളിൽ കൃത്യമായി മാനേജ് ചെയ്തിട്ട് നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതിൻ്റെ ബോധം നമുക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്ന് ഒരുപാട് സമയം നമ്മൾ അവിടെ കളയുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് സമയം കിട്ടുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ കുറേ നേരം ആ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് നോക്കുക കേട്ടോ. ഇനി ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി നമ്മൾ MCQs പഠിക്കുമ്പോൾ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഹൈ വെയിറ്റേജഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. ഓരോ സബ്ജക്ട്സിനും ഓരോ ചാപ്റ്റേഴ്സിനും നല്ല വെയിറ്റേജിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ കൂടുതലും അത് ഫോക്കസ് ചെയ്യുക. അതിലത്തെ ക്വസ്റ്റ്യൻസും അവിടുത്തെ MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും MCQs പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള MCQs ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡോണ്ട് ഓവർ തിങ്ക് മക്കളെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടുകയാണ്, കോൺഫിഡൻറ്റോട് കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോഴും നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടാവുമോ, അല്ലെ ഞാൻ ചെയ്തത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യും. ഞാനിപ്പോൾ ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി മാറ്റേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറേ ഓവർ തിങ്ക് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, പോയിട്ട് ടിക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ യുവർ ആൻസർ, ഗോ വിത്ത് ഇറ്റ് അല്ലേ. നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, എനിക്കറിയുന്ന ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. തെറ്റിയാലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക കേട്ടോ. സോ അവോയ്ഡ് ഓവർ തിങ്കിങ് ആൻഡ് ചേഞ്ചിങ് യുവർ റെസ്പോൺസ്. അതായത് നമുക്കൊരു നല്ല റീസൺ ഇല്ലാതെ, അതായത് വെറുതെ തോന്നിയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. അല്ലാതെ നിങ്ങൾക്ക് വലിയ വേറെ ഒരു ഇതുമില്ല, വെറുതെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഓപ്ഷൻ നിങ്ങൾ മാറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മക്കളെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് MCQയിൽ സ്കോർ ചെയ്യാൻ പറ്റും.
ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ പറ്റും. അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു MCQയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട ഈ ഒരു ടിപ്സ് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നമ്മളുടെ ചാനൽ എൻ്റെ കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ലൈവുകളും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 7:30 നമ്മളുടെ എല്ലാ ദിവസവും ലൈവുകളുണ്ട്. സോ ആ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ഈ ഒരു ഫൈനൽ എക്സാമിന്, നമ്മുടെ ബോർഡ് എക്സാമിന് നമ്മൾ ഏറ്റവും നല്ല മാർക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് നേടും. അപ്പം എക്സാമിനർ ഉണ്ട്, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈവിൽ വരിക. ഓരോ അപ്ഡേറ്റ്സും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.